ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലേ, പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആണ്. അപ്പൊ അത് മസ്റ്റായി നിങ്ങൾ കാണണം. എൽമ പറയാണ്, ദാ ഈ പഴം പൊളിച്ചു വിഴുങ്ങി. ഇതാണ് ഒരു ചെയ്യാത്ത കാര്യം. ഞാൻ ചെയ്യാം. പറ്റില്ല. ഞാൻ വിഴുങ്ങിയ പഴം ഇനി പൊളിക്കാനോ വിഴുങ്ങാനോ ആർക്കും പറ്റില്ല. അയ്യോ, മുടിഞ്ഞ ബുദ്ധിയാണല്ലോ. വീട്ടിലെത്തിയപ്പോൾ മുത്തപ്പൻ മുതലാളി കാത്തു നിൽക്കുന്നു. ദേ, ഒന്ന് വേഗം വന്നേ. എന്താ മുതലാളി കാര്യം? അപ്പൊ എല്ലാം തുലഞ്ഞടാ. എന്തു പറ്റി? പൂരപ്പഴയ പോലെ നടത്തി വന്നു. അതിനെന്താ മുതലാളിക്ക് പ്രശ്നം? എന്താ പ്രശ്നമെന്നു? എടാ, ഇത്തവണത്തെ വെടിക്കെട്ടിന്റെ കഥ ഞാനാ എടുത്തത്. 2 ലൂഡ് അമിട്ട് പൂത്തിരിയുമായി ഉണ്ടെങ്കിൽ വെച്ചിരിക്കുന്നത്. എങ്കിൽ ചുമ്മാ നമുക്ക് പൊട്ടിക്കാം. ഒന്ന് പോടാ, അത് പൊട്ടിച്ച കേസാ. എന്നാ ശബ്ദമില്ലാതെ പൊട്ടിച്ചാലോ? മിണ്ടാതെ മണ്ട. നിങ്ങൾ നിർവീര്യമായി തരണം. അതേറ്റു. പടക്കം നിർവീര്യമാക്കുന്നത് ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാ. അങ്ങനെ ദേ, ആ കാണുന്ന കുടിലില പടക്കം സൂക്ഷിച്ചിരിക്കുന്നത്. ഒന്നുപോലെയും പൊട്ടാതെ മുഴുവനും നിർവീര്യമാക്കണം. ഓക്കെ. അല്ല, മുതലാളി ആനയെ വാങ്ങിയോ? ഒന്നും പറയണ്ട. അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ വടക്കേ കൊടുക്കാൻ വാങ്ങിയതാ. എന്നിട്ട് അങ്ങനെ നിങ്ങളെ ആനകളെ എഴുന്നള്ളിക്കാൻ എഴുതിയ പുതിയ നിയമം ഇനി അതിനെ നിർവീര്യമാക്കണം. അങ്ങോട്ട് ചെല്ല്. അതെല്ലാം കൂടി നിന്നെ നിർവീര്യമാക്കി തരും. ആശാനെ, ഇതെന്താ ഒരു സാധനം? ഇതേതോ മെഴുകുതിരിയാണ് പോലെ ഉണ്ടല്ലോ. മെഴുകുതിരിയല്ല, മറ്റെന്തോ ആണ്. മെഴുകുതിരിത്തിരിയെ സംശയമുണ്ടെങ്കിൽ കത്തിച്ചു നോക്കൂ. എലുമ്പൻ കത്തിച്ചു. പെട്ടെന്ന് അയ്യോ, റോക്കറ്റ് പടക്കമായിരുന്നു. അയ്യോ അയ്യോ, അത് നേരെ പടപ്പുരയിലേക്കാണല്ലോ. ദൈവമേ, ചതിച്ചല്ലോ. പടപ്പുരയിൽ വീണതും അയ്യോ ദമ്മേ. പടക്കത്തിന്റെ ശക്തി മീശയും എലുമ്പനും തെറിച്ച് ആനപ്പുറത്ത്. ദമ്മേ, രക്ഷിക്കണേ. പടക്കത്തിന്റെ ശബ്ദം കേട്ട് ആനകൾ ചങ്ങല പൊട്ടിച്ചോടി. ദമ്മേ, ദേ ആനകൾ നമ്മളെ കൊണ്ട് പോണേ. ശബ്ദം കേട്ട് മത്താപ്പനും നാട്ടുകാരും ഓടി വന്നു. ദ്രോഹികളെ, പടക്കമെല്ലാം പൊട്ടിച്ചോ? ഇതെന്താ, മത്താപ്പന്റെ പൂരം നടക്കുകയാണോ? അല്ലടേ, കണ്ടില്ലേ, മീശയും മാർജിൻസ് പൂരം നടക്കുകയാണ്. രക്ഷിക്കണേ, എന്റെ കാശെല്ലാം കട്ടപ്പൊക്ക. അമിട്ട പൊട്ടി മേപ്പട്ട